സക്കീർ ഭായിയുടെ ഇളയ മകൻ, ഏറ്റവും ഇളയ മകൻ, 3 കുട്ടികളാണല്ലോ. അപ്പോൾ അതിൽ ഇളയ മകൻ MBAക്ക് പഠിക്കുന്ന പ്ലസ് ടു അമൻ സക്കീർ. എനിക്ക് വലിയ പ്രിയപ്പെട്ട കുട്ടിയാണ് അവൻ. കാരണം അവൻ്റെ പെരുമാറ്റം, അവൻ്റെ മറ്റുള്ളവരുള്ള സഹാനുഭൂതി വളരെ ഷാർപ്പായിട്ടുള്ള ആളാണ്, ഒക്കെയാണ്. അപ്പോൾ അമൻ ഒരു ദിവസം എറണാകുളത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ അമനെ കണ്ടിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ അമനോടൊരു കാര്യം പറഞ്ഞു. ഞാനെപ്പോഴും ഫറൂഖിൽ മർമർട്ടാലയുടെ യാർഡിൽ അങ്ങേ കാണാൻ വേണ്ടി വരുമ്പോൾ ചില സമയങ്ങളിൽ എപ്പോഴും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാറില്ല, പകരം കരിക്കിൻ്റെ വെള്ളം എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും, ഇളനീർ കഴിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഉച്ചക്കത്തെ ഭക്ഷണം. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയത്ത് ഈ ഇളനീരും കഴിക്കാതിരിക്കുന്ന ചില സന്ദർഭങ്ങൾ കാണാറുണ്ട്. അപ്പം ഞാനിങ്ങനെ വളരെ ഹാപ്പിയാണല്ലോ സക്കീർ ഭായി, എന്താണെന്ന് സന്തോഷം എന്ന് ചോദിക്കുമ്പം 2 ലോഡ് അല്ലെങ്കിൽ 3 ലോഡ് വന്നിട്ടുണ്ട്, പോർട്ടൽ വന്നിട്ടുണ്ട്. അപ്പോൾ LC റിലീസ് ചെയ്യാനുണ്ട്, അതിന് ഫണ്ട് കണ്ടെത്തണം ഇന്ന്. അപ്പം ഫണ്ട് എന്ന് പറയുന്നത് കോടികളാണ്, വലിയ എമൗണ്ട് ഇന്ന് വൈകുന്നേരത്തേക്കല്ല നാളെ രാവിലത്തേക്ക് കണ്ടെത്തണം. ഞാനത് പെട്ടെന്ന് ഒരുമിച്ച് ഒരു എമൗണ്ട് ഉണ്ടാവാറില്ല. അപ്പോൾ ഈ ഒരുമിച്ച് എമൗണ്ട് ഇങ്ങനെ പല ആളുകളുടെ അടുത്തും കണ്ടെത്തുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഫോൺ വരുമ്പോൾ നിൻ്റെ അടുത്ത് എത്രയുണ്ട്, ഓക്കെ ശരി, അത് ഹോൾഡ് ചെയ്ത് വെച്ചോളൂ കേട്ടോ, മറ്റേ ആളെ വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സംസാരത്തിനിടയിൽ എന്നോട് സംസാരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞാനൊക്കെയാണെങ്കിൽ മരിച്ചു വീഴേണ്ട ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഹാപ്പി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലതവണ ഞാനിത് കണ്ടപ്പോൾ നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, റോബിൻജി, നമുക്ക് എന്ത് കഴിവുണ്ട് എന്നും നമ്മളെ എത്രത്തോളം മറ്റുള്ളവർ വിശ്വസിക്കുന്നുണ്ട് എന്നും നമ്മുടെ കഴിവ് എത്രയുണ്ടെന്നും നമുക്ക് സ്വയം വെളിവാക്കി തരുന്ന ഒരു നിമിഷം, ഒരു സിറ്റുവേഷനാണ് ഇത്. നമുക്ക് എത്രത്തോളം പവറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു നിമിഷമാണ് ഇത് എന്ന് പറയുന്നത്. ഞാനിത് അമനോട് പറഞ്ഞു. അമൻ ഇത്ര സന്ദർഭങ്ങൾ വരുമ്പോൾ മിക്കവാറും ആളുകൾ ഓടി ഒളിക്കലാണ് പതിവ്. പക്ഷേ പപ്പ ചെയ്യുന്നത് അതിനോട് ഏറ്റുമുട്ടിയിട്ട് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനെ നേടിയെടുക്കാനുള്ളൊരു ത്വരയുണ്ടല്ലോ. നമ്മുടെ തന്നെ എൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ തന്നെ അറിയുന്ന ഒരു നിമിഷം. അവനത് വലിയ അത്ഭുതത്തോടെ പോകുമ്പോൾ, റോബിനുകളെ അത് ഫൈൻ, അത് ഗംഭീരമാണല്ലേ എന്ന് ചോദിച്ചിട്ട് ആ കുട്ടിക്ക് ഒരുപക്ഷെ അത് മനസ്സിൽ വലിയൊരു പാഠമായിട്ട് പാപ്പയുടെ ഒരു നീക്കം തോന്നിയിട്ടുണ്ടാവാം. എന്തായാലും അതൊരു വലിയൊരു കഴിവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.